വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 25th മെയ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 27th മുതൽ 31st മെയ് വരെയുള്ള വീക്കാണ്. നമുക്ക് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി വീണ്ടും ഒരു പുതിയ ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും ആദ്യമായിട്ടാണ് നിഫ്റ്റി 23,000 മുകളിലേക്ക് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ 23,026 എന്നുള്ളൊരു പുതിയ ഉയരം നിഫ്റ്റി ടെസ്റ്റ് ചെയ്യുന്നത് ആണ് നമ്മൾ കണ്ടത്. നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിലും വീണ്ടും അതിന് മുമ്പുള്ള വീക്കിലെ മോർ ദാൻ 400 പോയിൻറ്റ്സ് ആഡ് ചെയ്ത നിഫ്റ്റി വീണ്ടും ഈ ആഴ്ചയിലും അതുപോലെ തന്നെ 400 പോയിൻറ്റ്സിലധികം ആഡ് ചെയ്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ടിന് മുന്നോടിയായിട്ട് മാർക്കറ്റ് വീണ്ടും പുതിയ ഉയരങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെൻഡ് തന്നെ അടുത്ത ആഴ്ചയിലും നമുക്ക് തുടരും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പുതിയൊരു റെക്കോർഡായിട്ടുള്ള $5 trillion വാല്യൂയിലേക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്തിയിട്ടുണ്ട്. ഇന്ത്യ വേൾഡിലെ തന്നെ 5ാമത്തെ രാജ്യമാണ് $5 trillion ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്തുന്ന രാജ്യം. ആദ്യം യുഎസും ചൈനയും ജപ്പാനും അതുപോലെ ഹോങ്കോങ്ങും കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഇപ്പോൾ $5 trillion മാർക്ക് ടച്ച് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടു GDP റേഷ്യോ 1.42 എത്തിയിട്ടുണ്ട്. ഇതൊരു 2007 എത്തിയിട്ടുള്ള ഒരു പീക്കിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും 1ന് മുകളിലേക്ക് ഈ റേഷ്യോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടു GDP റേഷ്യോ വരുമ്പോൾ ഓവർ വാല്യൂഡ് ആണ് എന്നാണ് ബേസിക് അസംഷൻ. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഹയർ ലെവലിൽ നമ്മുടെ മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോ നിലനിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 52,424 വന്ന് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മിഡ് ക്യാപ്പ് ഇൻഡെക്സും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു കൺസോളിഡേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ 16,883 മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഇലക്ഷൻ റിസൾട്ടിന് മുന്നോടിയായിട്ട് ഉള്ള ഒരു നോർമൽ വീക്കായിട്ട് ഈ അടുത്ത ആഴ്ചയായിരിക്കും നമുക്കുണ്ടായിരിക്കുക. കാരണം നെക്സ്റ്റ് വീക്കിൽ സാറ്റർഡേ ആണ് ലാസ്റ്റ് പേസ് ഓഫ് എലക്ഷൻ വരുന്നത്. അതായത് 1st ജൂണിലാണ് ലാസ്റ്റ് പേസ് ഓഫ് എലക്ഷൻ നടക്കുന്നത്. അന്ന് വൈകിട്ട് തന്നെ 1st ജൂണിൽ തന്നെ അന്ന് ഈവനിങ്ങോടുകൂടി നമുക്ക് എക്സിറ്റ് പോൾ റിസൾട്ട്സ് കാണാം. പക്ഷേ ഈ 1st ജൂൺ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. സാധാരണ നമുക്കൊരു എക്സിറ്റ് പോൾസ് ഒക്കെ വന്നതിന് ശേഷം 2-3 ദിവസത്തിൻ്റെ ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടാകാറുണ്ട് റിയൽ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് സാറ്റർഡേ ആണ് ഈ ലാസ്റ്റ് പേസ് ഓഫ് എലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ സൺഡേ കഴിഞ്ഞ് നമുക്ക് മൺഡേ ആയിരിക്കും ഈ എക്സിറ്റ് പോൾസിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ അന്ന് മൺഡേ 3rd ജൂണാണ്. അത് കഴിഞ്ഞ് 4th ജൂണിൽ ആക്ച്വൽ റിസൾട്ട്സും വരുന്നു. അതുകൊണ്ട് തന്നെ തേർഡിൻ്റെ എക്സിറ്റ് പോൾസിന് വന്നതിന് ശേഷം വലിയൊരു ഇമ്പാക്റ്റിന് മാർക്കറ്റിന് വരുന്നതിന് മുമ്പ് തന്നെ റിയൽ റിസൾട്ടും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ ലൈഫ് ടൈം ഹൈ എല്ലാം സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ എല്ലാ എക്സ്പെക്റ്റേഷൻ അതാണ്. അതുപോലെ തന്നെ ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിസൾട്ടിന് ശേഷം June 4th ശേഷം മാർക്കറ്റിൽ ഒരു നല്ലൊരു റാലി ഉണ്ടാകുമെന്ന് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ പുതിയൊരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും വരും വീക്കിലും നമുക്ക് പുതിയ ലൈഫ് ടൈം ഹൈകൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എല്ലാം നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. കഴിഞ്ഞ തേഴ്സ്ഡേയിൽ അദാനി എൻ്റർപ്രൈസ് 8% മുകളിലേക്ക് റാലി ചെയ്തത്. നമുക്കിപ്പോൾ കാണുന്നത് അദാനി എൻ്റർപ്രൈസിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാം ഹിൻഡൽബർഗ് എന്നുള്ള ഒരു ഷോർട്ട് സെല്ലർ റിപ്പോർട്ടിനെ തുടർന്ന് അദാനി എൻ്റർപ്രൈസ് എന്നുള്ള സ്റ്റോക്കിൽ വലിയൊരു ക്രാഷ് ഉണ്ടായത് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 2017 വരെയും
4190 ലെവലിൽ നിന്നും 1070 ലെവൽ വരെയും ക്രാഷ് ചെയ്ത സ്റ്റോക്ക് ഇപ്പോൾ തിരിച്ച് 3457 ലെവലിലേക്ക് റീബൗണ്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ നിന്നും നമുക്ക് ഇത്രയും അദാനി ഹിഡൽബർഗിൻ്റെ റിപ്പോർട്ടിന് മുമ്പ് വരുന്നതിന് മുമ്പുണ്ടായിരുന്നൊരു ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ആ ലോസുകളെല്ലാം റിക്കവർ ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസ് ബി എസ് സിയുടെ സെൻസെക്സ് ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യും എന്നുള്ള ഒരു റിപ്പോർട്ടിനെ തുടർന്നാണ് അന്ന് തേഴ്സ്ഡേയിൽ അദാനി എൻ്റർപ്രൈസ് റാലി ചെയ്തത്. ജൂൺ 24 മുതൽ സെൻസെക്സ് ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഈ ഹിൻഡൽബർഗിൻ്റെ റിപ്പോർട്ട് വന്ന് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് നടക്കുന്നൊരു സമയത്ത് നമ്മുടെ ഈ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അദാനി പോർട്സ് എന്നുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കോൺട്രറിയനായിട്ടുള്ളൊരു നമ്മളൊരു റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് യൂട്യൂബിൽ അതിന് നമ്മുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ഓൾമോസ്റ്റ് ഒരു 530 ലെവലിൽ അദാനി പോർട്സ് നിൽക്കുമ്പോഴാണ് നമ്മൾ ബൈ റെക്കമെൻഡേഷൻ നൽകിയത്. മോർ ദാൻ 100%-ലധികമൊക്കെ പ്രോഫിറ്റ് നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിനും ആ ഒരു റെക്കമെൻഡേഷനിലൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു മാർക്കറ്റിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ യൂട്യൂബിലൂടെ നമ്മളതിനെ എങ്ങനെ ഫേസ് ചെയ്യണം നമ്മൾ സംസാരിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിലുണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റ് വളരെ സ്റ്റഡി ആയിട്ട് തന്നെ മുകളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിന് ശേഷവും നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് മാർക്കറ്റിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാം, പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു വ്യൂ തന്നെയാണ് നമുക്കുള്ളത്. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ ഈ ഡിവിഡൻഡ് ഈൽഡ് ഇതിനെക്കുറിച്ച് ഒരു ക്ലയൻറ്റ് നമ്മളുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഡിവിഡൻഡ് ഈൽഡ് കിട്ടുന്ന മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഇപ്പോൾ ഒരു കമ്പനി ഒരു 10 rupees ഫേസ് വാല്യൂ ഉള്ള ഒരു കമ്പനി ഡിവിഡൻഡ് 10% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 10 rupeesൻ്റെ ഫേസ് വാല്യൂ ആണെങ്കിൽ 1 rupee ആയിരിക്കും അപ്പോൾ ഡിവിഡൻഡായിട്ട് ലഭിക്കുക. അതേസമയം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 100-ലാണ് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഫേസ് വാല്യൂവിലാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അതേസമയം മാർക്കറ്റ് ക്യാപ്പ് ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് 100 rupees ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 10% ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 100-ൻ്റെ 10% എന്നല്ല, ഫേസ് വാല്യൂവിൻ്റെ 10% ആണ് വരിക. അതുകൊണ്ട് നമുക്ക് 1 രൂപയാണ് ഡിവിഡൻഡായിട്ട് ലഭിക്കുക. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് നമ്മൾ ഈ ഡിവിഡൻഡ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുക. നമുക്ക് ഒരു ഡിവിഡൻഡ് ഈൽഡ് ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ള ഒരു മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ ഒരു 10 സ്റ്റോക്കുകളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ ഡിവിഡൻഡ് ഈൽഡ് ഡിവിഡൻഡ് ഒരു വർഷം ലഭിക്കുന്നതിനനുസരിച്ച് സ്റ്റോക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷനോട് ലഭിക്കും. അതായത് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും നമ്മുടെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നതിൽ ലഭിക്കുന്ന റിട്ടേണിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ അല്ലേ. അതേസമയം നമുക്കൊരു വർഷം ഒരു കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് കൂടെ ലഭിക്കുമ്പോൾ ആ ഡിവിഡൻഡ് ഇൻകം കൂടെ നമ്മുടെ ഒരു വർഷത്തിൽ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന ഇൻകത്തിൻ്റെ കൂടെ കൂട്ടുന്ന ആ 2 ഇൻകം കൂടെ കൂട്ടുന്നതാണ് നമുക്കൊരു സ്റ്റോക്കിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കാം. ഒരു സ്റ്റോക്കാണ് ICICI സെക്യൂരിറ്റീസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം 5.24% ഡിവിഡൻഡ് ഈൽഡാണ് നൽകിയിട്ടുള്ളത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 23,261 crore മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയാണ് ICICI സെക്യൂരിറ്റീസ്. അതുപോലെ മറ്റൊരു കമ്പനി വളരെ നല്ല ഡിവിഡൻഡ് ഈൽഡ് ഉള്ളൊരു കമ്പനിയാണ് കാസ്ട്രോൾ ഇന്ത്യ. 3.87% ഡിവിഡൻഡ് ഈൽഡാണ് ലാസ്റ്റ് 1 yearൽ നൽകിയിട്ടുള്ളത്. കാസ്ട്രോൾ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 19,164 crore മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത്. അതുപോലെ മറ്റൊരു മിഡ് ക്യാപ് സ്റ്റോക്കാണ് പിരമാൾ എൻ്റർപ്രൈസസ്. ഡിവിഡൻഡ് ഈൽഡ് നൽകിയിട്ടുള്ളത് 3.79% ഡിവിഡൻഡ് ഈൽഡാണ് നൽകിയിട്ടുള്ളത്. പിരമാൾ എൻ്റർപ്രൈസസിൻ്റെ മാർക്കറ്റ്
ക്യാപിറ്റലൈസേഷൻ 18,619 ക്രോർസാണ് പെരുമാൾ എൻ്റർപ്രൈസസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതുപോലെ അശോക് ലൈലൻഡാണ് മറ്റൊരു കമ്പനി. അശോക് ലൈലൻഡ് 3.56% ഡിവിഡൻഡ് ഈൽഡാണ് നൽകിയിട്ടുള്ളത്. അശോക് ലൈലൻഡിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 62,353 ക്രോർസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ് അശോക് ലൈലൻഡ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് പെട്രോനെറ്റ് LNG. പെട്രോനെറ്റ് LNG 3.24% ഡിവിഡൻഡ് ഈൽഡ് നൽകിയിട്ടുണ്ട്. അത് ആ കമ്പനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 46,252 ക്രോർസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളൊരു കമ്പനിയാണ്. മറ്റൊരു മിഡ് ക്യാപ് സ്റ്റോക്ക് NMDC ആണ്. NMDC 3.23% ഡിവിഡൻഡ് ഈൽഡ് നൽകിയിട്ടുണ്ട്. അത് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 77,968 ക്രോർസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് NMDCക്കുള്ളത്. മറ്റൊരു ഡിവിഡൻഡ് ഈൽഡ് ഹയർ ആയിട്ട് നൽകിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ എന്നുള്ള കമ്പനി. ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് 3.15% ആണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 66,138 ക്രോർസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. അതുപോലെ മറ്റൊരു കമ്പനി പവർ ഫിനാൻസ് കോർപ്പറേഷനാണ്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 3.12% ആണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,54,197 ക്രോർസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് REC. RECയുടെ ഡിവിഡൻഡ് ഈൽഡ് 2.86% ആണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,41,496 ക്രോർസാണ് RECയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതുപോലെ മറ്റൊരു കമ്പനി HPCL ആണ്. HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നുള്ള കമ്പനി 2.8% ഡിവിഡൻഡ് ഈൽഡാണ് നൽകിയിരുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 75,956 ക്രോർസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഡിവിഡൻഡായിട്ട് ലഭിക്കുന്ന ആ റിട്ടേൺ നമ്മൾ മാർക്കറ്റ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം അശോക് ലൈലൻഡ് എന്നുള്ള കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് 3.56% ആയിരുന്നു. അതേസമയം ഈ അശോക് ലൈലൻഡിൻ്റെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഏപ്രിൽ 1 2023 ഏപ്രിൽ 1 നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 139 ആയിരുന്നു. അതേസമയം മാർച്ച് 31, 2024 ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 174 ആണ്. അപ്പോൾ നമുക്ക് കാണാം ഈ 174 വരെയുള്ള ആ റിട്ടേൺ നമുക്കൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട്. കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസിലുള്ള അപ്രീസിയേഷൻ 25% ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് 25% ക്യാപിറ്റൽ അപ്രീസിയേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡായിട്ട് 3.56% ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, ഒരു ഇൻവെസ്റ്റർ സ്റ്റോക്ക് ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിവിഡൻഡ് ഈൽഡ് ആയിരിക്കും അദ്ദേഹത്തിന് ഓരോ വർഷം റിയലൈസ് ചെയ്ത് ലഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ കമ്പനികളും അവരുടെ ഡിവിഡൻഡ് ക്രെഡിറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഡിവിഡൻഡ് ഈൽഡ് നമുക്ക് ഓരോ വർഷവും നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമ്മുടെ എക്സ്പെൻസിനൊക്കെ എടുക്കാവുന്ന രീതിയിൽ ഡിവിഡൻഡ് നമുക്ക് ഇൻകമായിട്ട് എടുക്കാം. അതേസമയം ഈ സ്റ്റോക്കുകളിൽ വരുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്യുകയും അത് നമ്മൾ എന്നാണ് വിൽക്കുന്നത് അന്നായിരിക്കും നമുക്ക് റിയലൈസ് ചെയ്യുക എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ സമ്പാദ്യം എന്നുള്ള മലയാള മനോരമയുടെ ഒരു മാഗസിനിൽ മാർക്കറ്റ് ക്യാപ്സ് എന്നുള്ളൊരു ഒരു ആർട്ടിക്കിൾ നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്നതാണ്. അതിൽ കഴിഞ്ഞ ഏപ്രിൽ എഡിഷനിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കായിരുന്നു ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നുള്ള സ്റ്റോക്ക്. 400 ലെവലിൽ എൻ്റർ ചെയ്ത് 525 എന്നുള്ളതായിരുന്നു നമ്മുടെ ടാർഗറ്റായിട്ട് നമ്മളന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നത്. നമുക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് നമ്മുടെ റെക്കമെൻഡേഷന് ശേഷം 2 മാസത്തിനുള്ളിൽ തന്നെ ആ സ്റ്റോക്ക് 807 എന്നുള്ളൊരു പുതിയൊരു ലൈഫ് ടൈം ഹൈയിലേക്ക് ഈ സ്റ്റോക്ക് റാലി നടത്തുകയുണ്ടായില്ല. അപ്പോൾ വിത്തിൻ ജസ്റ്റ് 2 മന്ത്സിനുള്ളിൽ തന്നെ ഈ സ്റ്റോക്ക് 100% റിട്ടേൺ നൽകിക്കൊണ്ടാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് റാലി ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അന്ന് റെക്കമെൻഡ് ചെയ്ത ആ വീക്കിലെ വീഡിയോയിലും നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. കുറച്ച് വ്യൂവേഴ്സ് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിച്ചു എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലാസ്റ്റ് വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റോക്കായിരുന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക്. നമ്മൾ 261 ലെവലിൽ നിന്നും
290 വരെയുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ ഈ സ്റ്റോക്കിന് നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ തന്നെ ഈ സ്റ്റോക്ക് ഒരു 289-90 വരെയും ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത 3 പബ്ലിക് സെക്ടർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ നമ്മൾ കാണുകയുണ്ടായി. വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആ പെർഫോമൻസ് വരുന്ന ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ് തന്നെയാണ്. ഈ സ്റ്റോക്ക് നമുക്കറിയാം January 23 250 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ 2005 ലെവലിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ സ്റ്റോക്ക് 10 റുപ്പീസിൻ്റെ ബേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് 5 റുപ്പീസിലേക്ക് ആയത് ജനുവരി ലെവലിലാണ്. അതിനുശേഷം 100%-ലധികം മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും കൊച്ചിൻ ഷിപ്പ് യാർഡ് 702%-ൻ്റെ മൂവ്മെൻറ്റാണ് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് നമുക്ക് കാണാം, മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു 750 ലെവലിലായിരുന്നു January 23 ട്രേഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു 3235 ലെവലിലേക്കാണ് ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിലും വളരെ നല്ല രീതിയിൽ ഒരു റാലി സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോക്ക് ഒരു 250%-ൽ അധികമാണ് 1 ഇയറിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്കാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ്, GRSC എന്നുള്ള ഈ സ്റ്റോക്ക് 470 ലെവലിലായിരുന്നു January 23 ട്രേഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ സ്റ്റോക്ക് 1467 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 212%-ൻ്റെ ഒരു റാലിയോട് കൂടി തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 സ്റ്റോക്കുകളും ഇനിയും റാലി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതുപോലെ നമ്മൾ ഏപ്രിൽ മന്തിൽ നമ്മളൊരു ഡയമണ്ട് പിക്ക് നമ്മൾ റിലീസ് ചെയ്യുകയുണ്ടായി, ഡയമണ്ട് പിക്ക് 22. ഈ മെയ് മന്തിൽ നമ്മൾ എന്തായാലും ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഡയമണ്ട് പിക്സോ അല്ലെങ്കിൽ ഗോൾഡൻ പിക്സോ ഒന്നും നമ്മൾ ഈ മാസം റിലീസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് മന്തിൽ നമ്മൾ ഡയമണ്ട് പിക്ക് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അതോടുകൂടി തന്നെ ബജറ്റിൻ്റെയൊക്കെ പുതിയതായിട്ടുള്ള ബജറ്റിൻ്റെയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നതിനനുസരിച്ചുള്ള പുതിയൊരു ഡയമണ്ട് പിക്ക് ഞങ്ങൾ ജൂൺ മന്തിലായിരിക്കും റിലീസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ടാർഗറ്റ്സ് ലഭിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ CIE ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 475 ലെവലിലാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 540 ലെവലിൽ ഞങ്ങൾ ടാർഗറ്റ് എത്തിയപ്പോൾ ഞങ്ങൾ ഒരു 13%-ൻ്റെ പ്രോഫിറ്റാണ് CIE ഇന്ത്യയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതുപോലെ സുദർശൻ കെമിക്കൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 680-ക്കാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ഒരു ടാർഗറ്റായിരുന്നു 890 എത്തിയപ്പോൾ നമുക്കൊരു 30%-ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സുദർശൻ കെമിക്കൽസിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് PPL ഫാർമ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 145 ലെവലിലായിരുന്നു. ഈ സ്റ്റോക്ക് ഒരു 165 എന്നുള്ള ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 13%-ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് PPL ഫാർമയിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ RVNL എന്ന സ്റ്റോക്ക് ഞങ്ങൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനായിട്ട് 268-ലാണ് നൽകിയിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 335-ൽ ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 25%-ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ അശോക് ലൈലൻഡ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 185 ലെവലിലാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. സ്റ്റോക്ക് ഒരു 210 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് എത്തിയപ്പോൾ 13%-ൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് അശോക് ലൈലൻഡിലും ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഏജീസ് ലോജിസ്റ്റിക്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 500 ലെവലിലാണ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 625 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഒരു 25%-ൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഏജീസ് ലോജിസ്റ്റിക്സിലും ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുപോലെ റെയിൽടെൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 360 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 410 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 13%-ൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ റെയിൽടെല്ലിലും സാധിച്ചു. അടുത്തായി നമുക്കിനി കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് 47% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഭാരത് ഡൈനാമിക്സ് 47% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. കൊച്ചിൻ ഷിപ്പ് യാർഡ് 42% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. റെയിൽ വികാസ് നിഗം 32% ഉയർന്നും. മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് 30% ഉയർന്നും. കെയ്ൻസ് ടെക്നോളജീസ് ഇന്ത്യ 28% ഉയർന്നും. PNC ഇൻഫ്രാടെക് 28% ഉയർന്നും. ഹിന്ദുസ്ഥാൻ സിങ്ക് 27% ഉയർന്നും. ഭാരത് ഇലക്ട്രോണിക്സ് 24% ഉയർന്നും. BEML 23% ഉയർന്നും. ഫിനോലെക്സ് കേബിൾസ് 23% ഉയർന്നും. സോളാർ ഇൻഡസ്ട്രീസ് 20% ഉയർന്നും.
ഗ്ലാക്സോസ് സ്മിത്ത് ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ് 20% ഉയർന്നും, ഏജീസ് ലോജിസ്റ്റിക്സ് 18% ഉയർന്നും, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 17% ഉയർന്നാണ് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കുകൾ നമുക്ക് ഒരു അപ്പ് ട്രെൻഡിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം. കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1072.7 ക്രോർസിൻ്റെ ബയേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും 6824.8 ക്രോർസിൻ്റെ ബയേഴ്സ് ആയിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 17th മെയ്യിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 22,466 അതിനുശേഷം 18th മെയ് നമുക്കൊരു സാറ്റർഡേയിലൊരു ട്രേഡിംഗ് ഉണ്ടായിരുന്നു. അന്ന് 35 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. 21st മെയ്യിൽ നിഫ്റ്റി 27 പോയിൻറ്റ്സ് ഉയർന്നും, 22nd മെയ്യിൽ 68 പോയിൻറ്റ്സ് ഉയർന്നും, 23rd മെയ്യിൽ 369% പോയിൻറ്റ്സിൻ്റെ വലിയൊരു റാലിയോട് കൂടിയും 24th മെയ്യിൽ 10 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ 455 പോയിൻറ്റ്സിൻ്റെ റാലിയാണ് നിഫ്റ്റി നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം, മെയ് മന്തിൽ 352 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ട്രേഡ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നിഫ്റ്റിയുടെ 200 ഡെയിലി മൂവിങ് ആവറേജ് വരുന്നത് 20,984 100 DMA വരുന്നത് 22,100 50 DMA വരുന്നത് 22,342 20 DMA വരുന്നത് 22,439 അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 22,796 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിരിക്കുക 22,999 23,394 23,809 24,005 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 22,796 താഴെ സപ്പോർട്ടുകളായിരിക്കും 22,388 22,174 21,993 21,382 20,988 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ളൊരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 23,417 ലോവർ റേഞ്ച് 21,993 ആയിരിക്കും. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 22,796 ആയിരിക്കും. അടുത്തത് നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനോലെക്സ് കേബിൾസ് ആണ്. ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1282 ലെവലിലാണ്. നമുക്ക് ഈ സ്റ്റോക്കിന് അതിന് മുകളിൽ ഉള്ള റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 1420 ആണ്. ആ ലെവലിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഫിനോലെക്സ് കേബിൾസ് നടത്തുക. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിനോലെക്സ് കേബിൾസ് ആണ്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അദാനി പവറാണ്. അദാനി പവർ 707 ലെവലിലേക്കൊരു മൂവ്മെൻറ്റോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിൽ അദാനി പവറിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു റെസിസ്റ്റൻസ് 780 ആണ്. അപ്പോൾ നമ്മുടെ ഈ വീക്കിലെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് അദാനി പവറാണ്. അതുപോലെ നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും അടുത്ത വീക്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.